നമ്മളെ സി ജെ റോയ് സാറ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാനാണ്. അയാളുടെ മരണം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പലരും പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ ഇദ്ദേഹത്തിന് അടുത്തറിയാവുന്നവരൊക്കെ പല കമൻറ്റുകൾ ചെയ്യുന്നുണ്ട്. ചില ആൾ വീഡിയോ ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1500 പേരുണ്ട്, കരയുമ്പോൾ കൂടെ കരയാൻ ഒരു മനുഷ്യന്മാർ പോലുമില്ല. എല്ലാവരും ഇങ്ങനെ വെച്ച് മുതലെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയാലോ, സിനിമാക്കാർ നല്ല രീതിയിൽ ഇങ്ങേരുടെ ഒരു തകർച്ചയ്ക്ക് കാരണം തന്നെയാണ്. അതായത് സിനിമാക്കാർ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ കൂടെ പോയിട്ട് ഇയാളുടെ അതായത് ദുബായിൽ പോകുന്നവനും ആദ്യം വിളിക്കുന്ന റോയിനെയാണ്. റോയിൻ്റെ ചെലവിൽ റോയിൻ്റെ ഇതിൽ ഒന്നും മൊത്തത്തിലുള്ള സിനിമാക്കാർ മുഴുവൻ ദുബായിൽ പോകുന്നത്. അതുമാത്രവുമല്ല, ചവറുകളായ ഒരുപാട് പടങ്ങൾ കാസിനോവ പോലെയുള്ള അല്ലെങ്കിൽ വേറെ മറ്റു പല സിനിമകൾ വിജയിക്കുന്ന ഒരു സിനിമയിൽ പോലും ഇങ്ങനെ പാർട്ട്ണറാക്കാൻ വേണ്ടിയിട്ട് മോഹൻലാലോ ആന്റണി പെരുമ്പാവൂരോ നിന്നിട്ടില്ല. ഉള്ള കാര്യം എന്താ പറയുന്നതിന്? കാസിനോവ എന്ന് പറയുന്ന സിനിമ എടുത്തത് ഇയാളുടെ തലയിലിട്ട് കൊടുത്തതെന്നേ ഞാൻ പറയുള്ളൂ. അത്രയും ബോറ് പടമാണ് അത്. ആന്റണി പെരുമ്പാവൂരിനും അറിയാം, അല്ലെങ്കിൽ മോഹൻലാലിനും അറിയാം, റോഷൻ ആൻഡ്രൂസിനും അറിയാം, ഇവർക്ക് എല്ലാവർക്കും അറിയാം ഇത് പൊട്ടുമെന്ന്. അപ്പൊ ഇത് പൊട്ടുന്ന ഒരു പടത്തിന് പൈസ മുടക്കാൻ ആൾ വേണ്ടേ? അപ്പോഴാണ് നമ്മുടെ റോയിച്ചൻ വരുന്നത്. പൊട്ടിയാലും വേണ്ടിയില്ല, എനിക്ക് പടം എടുക്കണം. കാരണം എന്താ, എനിക്ക് 56-ാമത്തെ വയസ്സിൽ പോകേണ്ടതാണ്. അത് അന്നേ തീരുമാനിച്ചിട്ടുണ്ടാവും. അങ്ങേരക്കറിയാം ഇത് നാട്ടുകാരുടെ പൈസയാണ്, ഇത് നാളെ പൊട്ടുന്ന കൃത്യമായിട്ട് അങ്ങേർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് കുടുംബങ്ങളെ മാപ്പ്, വീട്ടുകാരെ മാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ലെറ്റർ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് പൊട്ടിയ പടങ്ങൾ 5 പൈസ പോലും തിരിച്ചു കിട്ടിയിട്ടുണ്ടാവില്ല. ഇതിന്റെ ചെലവാണെങ്കിലും എന്ന് പറഞ്ഞാൽ കോടികളായിരിക്കും. പിന്നെ ഇദ്ദേഹം സിനിമാ നിർമ്മാണത്തിലൊന്നും നോക്കുന്നുണ്ടാവില്ല. ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവനും നല്ല രീതിയിൽ മുക്കിയിട്ടുണ്ടാവും. ഉള്ള കാര്യം എന്താ പറയുന്നതിന്? ഇപ്പൊ കാണുന്നില്ലേ ഹരീഷ് കണാറിനോടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മീഷൻ വാങ്ങിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ നല്ല പൈസ മുക്കുന്നവർ തന്നെയായിരിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ ചതിച്ചതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കൂട്ടുകാർ തന്നെയാണ്. ഇദ്ദേഹത്തിന് നല്ലത് പറഞ്ഞു കൊടുക്കാൻ ഒരാൾ പോലും ഉണ്ടായിട്ടില്ല. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇനി ഒരു പടം പൊട്ടിക്കഴിഞ്ഞാൽ എന്തേ റോയ് സാറിന്റെ പൈസയല്ലേ എന്നുള്ള തരത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇദ്ദേഹത്തെ നല്ല രീതിയിൽ എല്ലാവരും ബലിപ്പിച്ചിട്ടുണ്ട്. ആ ബലിപ്പിക്കുന്നതിൽ എല്ലാവരും പെടും. അതാണ് കാരണം ഇദ്ദേഹത്തിനാണെങ്കിൽ ഈ ജനങ്ങളെ എല്ലാവരെയും സ്വീകരിക്കുക എന്നുള്ളത് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഒരിതുമില്ലാതെ, അതായത് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ പോലും മറ്റുള്ളവന്റെ കണ്ണീര് കാണുന്നവനാണ് ഞാൻ എന്നുള്ള അഭിനയവുമായി വന്നിട്ട് ഒരാൾക്ക് 10 ലക്ഷം രൂപ കൊടുത്തത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിലൊക്കെ വന്നിട്ട് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം സ്പോൺസറാണ്. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം സ്പോൺസറൊന്നും അല്ല, ഇദ്ദേഹം സ്പോൺസറായിട്ട് പിന്നെ വന്നു കൂടുന്നതാണ്. നിങ്ങളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മുതലൊന്നും കോൺഫിഡൻറ്റ് ഗ്രൂപ്പൊന്നും അതിൻ്റെ അകത്ത് ഇല്ല. അവസാനം സമ്മാനം കൊടുക്കാനാകുമ്പോൾ ഇവർ എവിടുന്നോ കൊണ്ടുവരുന്നതാണ്. ആ റോയി എന്നാ സമ്മാനം കൊടുക്കാനടാ മോനെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ തിലകനില്ലേ ഒരു സിനിമയിൽ, അതായത് 10 പൈസ കയ്യിലില്ലെങ്കിൽ കൊച്ചുതോമ 10,000 രൂപ എന്ന് പറയുന്നില്ലേ, എന്നിട്ട് അവസാനം എന്ന് പറഞ്ഞ് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് പള്ളിപ്പെരുന്നാളിന് കൊടുക്കുന്നതാണ് മറ്റുള്ളവനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ഒരു അഭിനയമായിട്ടുള്ള ഒരു പണക്കാരനായിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ അവതരിച്ചത്. പക്ഷെ ഇതാർക്കും അറിയില്ല. അപ്പൊ എല്ലാവരും വിചാരം എന്താ വെച്ചാൽ റോയിന്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്, അതുപോലെ തന്നെ റോയിന്റെ കയ്യിൽ പണം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും, പിന്നെ റോയിനെല്ലാം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കും. റോയി ആണെങ്കിലും എല്ലാവരെയും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ആര് പറയുന്നത് കേൾക്കാനും ആര് പറഞ്ഞു കഴിഞ്ഞാലും പോയിട്ട് അവർക്ക് വേണ്ടുന്നുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും പിന്നെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് 10-12 എന്ന വലിയ കൂടിയ കാറുകൾ, അതുപോലെ തന്നെ വിമാനങ്ങൾ, 5 പൈസ കയ്യിലില്ലെങ്കിൽ ഇതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നാട്ടുകാരുടെ പൈസയായിരുന്നു, ഇദ്ദേഹത്തിന്റെ പൈസയൊന്നും ഇല്ലായിരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും ഇന്നിപ്പോഴ് അതിൻ്റെ ഒരു വലിയൊരു എന്താ പറയുക ഒരു ഉദ്യോഗസ്ഥം എന്ന് പറയുന്ന കാര്യം എന്താണെന്നറിയാം, ഇയാൾ തമാശക്ക് ചെയ്ത പോലെയാന്ന് പറയുന്നത്. അതായത് റോയി എന്തോ തമാശ കാണിച്ചതുപോലെയാന്ന് പറയുന്നത്. ശരിക്കടോ റോയിന്റെ കാര്യം ഇതാണ്. റോയി നാട്ടുകാരുടെ പൈസ എടുത്ത് നല്ല രീതിയിൽ ആഡംബരം കാണിച്ചു. റോയിനെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിച്ചവർ പോലും റോയിക്ക് ഒരു ഉപദേശം കൊടുക്കാൻ നിന്നിട്ടില്ല. റോയിക്ക് പിന്നെ പന്ന പടങ്ങൾ, അതായത് വിജയിക്കാത്ത പടങ്ങളെല്ലാം റോയിയുടെ തലയിൽ വെച്ചിട്ട് കൊടുത്തു. റോയിക്ക് ശരിക്കും പറഞ്ഞാൽ കാസിനോവ എന്ന് പറയുന്ന സിനിമക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു 150 കോടി നഷ്ടം വന്നിട്ടുണ്ടാവും. അങ്ങനെയാണ്. അതുപോലെ മറ്റു ഫലങ്ങൾ ഇയാൾ 5-6 സിനിമ മാത്രമേ എടുത്തിട്ടുള്ളെങ്കിൽ ആ സിനിമയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ട് നല്ല ചെലവ് വന്ന സിനിമയാണ്. അതാ ഒരാവശ്യവും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ ഈ കാസിനോവയൊക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ദുബായിലൊക്കെ ചിത്രീകരിച്ചാണ്. ഒരാവശ്യമില്ലാത്ത സീനുകളാണ്. ഇന്നും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കാണും മോഹൻലാലിന്റെ സിനിമയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 10 പൈസക്ക് കൊള്ളാത്ത ഒരു സിനിമയാണ് ഈ കാസിനോവ എന്ന് പറയുന്ന സിനിമ. അത് എന്തിനാണ് അയാളുടെ തലയിൽ വെച്ചിട്ട് കൊടുത്തത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാ പിന്നെ പറഞ്ഞൂടെ, അതാണ്. എന്നാ പിന്നെ ആന്റണിക്ക് തന്നെ നിർമ്മിച്ചൂടെ, ഇല്ലെങ്കിൽ മോഹൻലാലിനെ തന്നെ നിർമ്മിച്ചൂടെ, ഇല്ലെങ്കിൽ മോഹൻലാലിനെ പറയാം അത്രത്തോളം നല്ല ചങ്ങായിയാണെങ്കിൽ റോയിയെ ഇത് വിജയിക്കൂല കേട്ടോ എന്നൊരു പറയാം.
പക്ഷെ അന്നേരം റോയിയോട് പറയാനായിരിക്കും ധൈര്യമില്ല. കാരണം എന്താ വെച്ചാൽ 900 കോടി ആസ്തിയുള്ള ഒരുത്തനാണ്. 150 കോടിയോ 100 കോടിയോ പോയി കഴിഞ്ഞാൽ അയാളുടെ രോമം പോകുന്ന ഇതുപോലും ഇല്ല. പക്ഷെ ഇപ്പോഴല്ലേ അറിയുന്നത് ഇത് നാട്ടുകാരുടെ മറ്റേ എന്താ പറയുക ആൾക്കാരുടെ പൈസയാണ്. അവിടുന്നുള്ള പിരിവിട്ടിട്ടുള്ള പൈസ കൊണ്ടാണ് ഇതൊക്കെ നടത്തുന്നത്. ഇതൊന്നും ജനങ്ങളാരും അറിയുന്നില്ല, നമ്മൾ കാണുമ്പോൾ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരും ഇതുപോലെ തന്നെയാണ്. പൈസ നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ പൊന്നു മക്കളെ 2 വട്ടം നിങ്ങൾ ചിന്തിച്ചോ, ഇത് തിരിച്ചു കിട്ടുമോ ഇല്ലയോ നിങ്ങൾ ചിന്തിക്കുക തന്നെ വേണം. ചിലപ്പോൾ തിരിച്ചു കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ റോയി അപ്പോഴും ഈ മരിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ജയിലിലായിരിക്കും. അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ റോയിക്ക് അറിയാം. എന്തുകൊണ്ടാണ് 15 ദിവസമായിട്ട് ആ CCTV ഓഫായി കിടക്കുന്നത്? ഇത്രയും വലിയ കമ്പനിയിൽ ഇത്രയും വലിയ ആനേനെ വാങ്ങിച്ചിട്ട് തോട്ടി മേടിക്കാൻ പൈസ ഇല്ലാതെ പോലെയല്ലേ ഇത്രയും വലിയ ഓഫീസും കാര്യങ്ങളും കോടികളും മുടക്കിയിട്ട്, അതായത് അവിടെ കുടിവെള്ള ഗ്ലാസിന് വരെ ലക്ഷങ്ങളാണ് വില. അങ്ങനെയുള്ള ഒരു ഓഫീസിൽ ചെറിയൊരു CCTV മേടിക്കാൻ എന്താ പൈസയില്ലേ? CCTV നോക്കാൻ എന്താ ഒരാളെ വെക്കാൻ പൈസയില്ലേ? അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള കളികളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇനി അതിൻ്റെ ഉള്ളറകൾ തേടി പോകുന്നതിലും അർത്ഥമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറയുന്നത് ഈ ടാക്സ് വെട്ടിക്കുക, ടാക്സ് എന്ന് പറയുന്ന ഒരു സംഭവം അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പൈസയാണ്. ആ പൈസയാണ് ശരിക്കും പറഞ്ഞാൽ മുതലാളിമാർ ഗവൺമെന്റിലേക്ക് കൊടുക്കുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് അയ്യോ അതൊന്നും അല്ല, ഇയാളുടെ പ്രശ്നം ടാക്സോ കാര്യങ്ങളോ ഒന്നും അല്ല. പക്ഷേ ഇവിടെ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ടാക്സുകാരുടെ തലയിൽ വെച്ചിട്ട് കൊടുക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് പല കളികൾ, വേറെ കളികൾ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. റോയി എന്ന് പറയുന്നത് ഒരു അഭിനയ ചക്രവർത്തി മാത്രമായിരുന്നു. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു. അയാൾ പിന്നീട് എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ പൈസ വാങ്ങിച്ച്, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഒരുപാട് സിനിമാക്കാർ ഇദ്ദേഹത്തിന് പൈസ കൊടുത്തിട്ടുണ്ട്. അതായത് സിനിമാക്കാർ പൈസ കൊടുത്തിട്ടുണ്ടാകും. കാരണം എന്താ വെച്ചാൽ റോയിയെ പോലെയുള്ള ഒരാൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സ്വീകരണം കിട്ടും. അതുപോലെ നല്ല നല്ല ഹോട്ടലുകളിൽ താമസിക്കാം. റോയിക്ക് അവിടെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ഇല്ല വില്ല പ്രൊജക്റ്റുകൾ ഉണ്ടാകും, ഫ്ലാറ്റുകൾ ഉണ്ടാകും, ഇതൊക്കെ ഉണ്ടാകും. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ റോയിയെ മുതലെടുത്തിട്ടുണ്ടാകാം. റോയിക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് റോയിക്ക് പൈസ കൊടുക്കുന്ന ആളുണ്ടാകാം. പിന്നെ നമുക്കറിയാലോ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഇങ്ങനെയാണെന്ന് നമുക്ക് റോയിൻ്റെ മരണശേഷമാണ് മനസ്സിലായത്. അതിനു മുന്നേ നമുക്ക് ആർക്കെങ്കിലും അറിയോ ഈ റോയിച്ചൻ ഇങ്ങനെയാണ്, ഇയാളുടെ 6 മാസമായിട്ട് ഇയാളുടെ പ്രശ്നങ്ങൾ നമുക്ക് ആർക്കെങ്കിലും അറിയോ? പക്ഷെ അയാൾ അനുഭവിച്ച കാര്യങ്ങൾ ഒരാൾ പോലും അയാളുടെ കൂടിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ചിരിക്കുമ്പോൾ കൂടെ ശരിക്കും 500 പേര് 1500 പേര് കാണും. കരയുമ്പോൾ ഒരു മനുഷ്യന്മാർ കൂടി നമ്മൾ കൂടെ കാണൂല. അതാണ് റോയിക്ക് സംഭവിച്ചത്. റോയിൻ്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ അയാളെ സമാധാനിപ്പിക്കാനോ അയാൾക്ക് വേണ്ട ഒരു ഉപദേശം കൊടുക്കാനോ അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനൊന്നും ഒരു മനുഷ്യന്മാരില്ല. റോയിക്കൊരു നല്ലൊരു ചങ്ങാതിയില്ല എന്നേ ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് തന്നെ കുടുംബങ്ങൾ പോലും അയാളുടെ കൂടെ നിന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലും നമുക്ക് സംശയമാണ്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. നന്ദി, നമസ്കാരം.